വെൽക്കം ടു Myclassroom. ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്. അതിലെ ചാപ്റ്റർ 5 ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി, ഭൂമി കഥയും കാര്യവും. അതിനു മുമ്പ് ഒരു കഥയാണ്, നമുക്ക് വായിക്കാം. An ancient town in the 2nd century BC. The people are celebrating the day of the marriage procession of their prince, who got married to the beautiful princess of the neighboring country. BCE 2ാം നൂറ്റാണ്ടിൽ ഒരു പുരാതന പട്ടണത്തിലാണ് ഈ കഥ. അവിടുത്തെ ജനങ്ങൾ എല്ലാവരും എന്താണ്, ആഹ്ലാദത്തിലാണ്. കാരണം എന്താണ്, അവരുടെ രാജകുമാരല്ലേ, അയൽ രാജ്യത്തെ അതീവ സുന്ദരിയായ ഒരു രാജകുമാരിയെ വിവാഹം ചെയ്ത് രാജ്യത്തേക്ക് എഴുന്നള്ളുന്ന ദിവസമാണന്ന്. People crowded on either side of the royal path to welcome the prince. അവരെ വരവേൽക്കാനായിട്ട് രാജവീതിയുടെ ഇരുവശങ്ങളിലും എന്താണ്, ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. Rather than seeing the princess, all of them were curiously viewing the prince's wedding gift, a huge golden statue with human head on a horse body. അപ്പോൾ രാജകുമാരിയെ കാണുന്നതിനേക്കാൾ കൗതുകത്തോടെയാണ് അവർ വിവാഹ സമ്മാനമായി ലഭിച്ചിട്ടുള്ള കുതിരയുടെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള ഒരു കൂറ്റൻ സ്വർണ്ണ പ്രതിമയെ ആയിരുന്നു അവിടുത്തെ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ബട്ട് ദ ജോയ്ഫുൾ ഡേയ്സ് ഡിഡ്ന്റ് ലാസ്റ്റ് ലോങ്. പക്ഷെ ആ ആഘോഷ ദിനങ്ങൾ അധിക നാൾ നിലനിന്നില്ല. ദ ടൗൺ വാസ് സ്ട്രക്ക് ബൈ എ സിവിയർ ഡ്രാഫ്റ്റ്. ആ പട്ടണം അതിരൂക്ഷമായ ഒരു വരൾച്ചയിൽ പെട്ടു. ടു നോ ദ റീസൺ ഫോർ ദ ഡ്രാഫ്റ്റ് ആൻഡ് ടു പ്രിസ്ക്രൈബ് റെമഡി, the king assembled all the great astrologers of the land. അപ്പോൾ വരൾച്ചയുടെ കാരണവും പ്രതിവിധിയും അറിയുന്നതിനായിട്ട് രാജാവ് രാജ്യത്തുള്ള ജ്യോതിഷ പണ്ഡിതന്മാരെ വിളിച്ചു. Their finding was that the drought was brought about by the prince's wedding gift, the golden statue. അപ്പോൾ രാജകുമാരന് വിവാഹ സമ്മാനമായി ലഭിച്ച സ്വർണ്ണ പ്രതിമ രാജ്യത്ത് കൊണ്ടുവന്നത് കൊണ്ടാണ് വരൾച്ചയുടെ കാരണമെന്ന് അവർ കണ്ടെത്തിയത്. ടു റെമഡി ദ സിറ്റുവേഷൻ, ദേ റെക്കമെൻഡഡ് ദ ഗോൾഡൻ സ്റ്റാച്യു ടു ബി ത്രോൺ ഫ്രം ദ എഡ്ജ് ഓഫ് ദ എർത്ത്. അതിനു വേണ്ടിയുള്ള ഒരു പ്രതിവിധിക്കായിട്ട് അവരെന്ത് നിർദ്ദേശിച്ചു, സ്വർണ്ണ പ്രതിമയെ ഭൂമിയുടെ അറ്റത്ത് കൊണ്ടുപോയി താഴത്തേക്ക് ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ചു. Haven't you read the story? കൂട്ടുകാർ കഥ വായിച്ചില്ലേ? Do you think they could throw the statue from the edge of the earth? സ്വർണ്ണ പ്രതിമയെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് താഴത്തേക്ക് വലിച്ചെറിയുവാൻ അവർക്ക് കഴിഞ്ഞിരിക്കുമോ? For a long time the earth was believed to be flat. അപ്പോൾ വളരെ കാലം ആളുകൾ വിശ്വസിച്ചിരുന്നത് എന്താണ്, ഭൂമി എർത്ത് എന്ന് പറഞ്ഞത് ഫ്ലാറ്റാണ്, പരന്നതാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. The concept related to the shape of the earth were confusing right from the ancient times. അപ്പോൾ ആ ഭൂമിയുടെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ധാരണകൾ ഏൻഷ്യൻ ടൈം തൊട്ടേ അവിടുത്തെ ജനങ്ങൾക്ക് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. Quite often the stories then prevalent about the shape of the earth were highly imaginative and interesting. അപ്പോൾ ഭൂമിയുടെ ആ ഷേപ്പിനെ കുറിച്ച് പ്രചരിച്ചിട്ടുള്ള കഥകൾ പലപ്പോഴും എന്താണ്, ഭാവന പൂർണ്ണവും രസകരവുമായ കാര്യങ്ങളായിരുന്നു. ഷേപ്പ് ഓഫ് ദ എർത്ത് ബിലീവ്സ് ടു റിയാലിറ്റി. അപ്പോൾ ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ഭൂമിയുടെ ഷേപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് നോക്കാം. The concept of a spherical earth was first put forward by the Greek philosopher Thales in the 7th century BCE. However, he believed that this sphere floated on water. BCE 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ്
ഭൂമിക്ക് എന്താണ് സ്പെരിക്കൽ ഷേപ്പാണെന്ന ആശയം അദ്ദേഹം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചു. എന്നാൽ ഈ സ്പെരിക്കൽ ഷേപ്പിലുള്ള വസ്തു എങ്ങനെയാണ് നിൽക്കുന്നത്? ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. The Greek philosopher Pythagoras and Aristotle established that the earth is spherical in shape. The period saw numerous oppositions against this view. Later, Copernicus strongly supported this concept. ഗ്രീക്ക് തത്വചിന്തകന്മാരായ പൈത്തഗോറസും അരിസ്റ്റോട്ടിലും ഭൂമിക്ക് എന്താണെന്ന് സ്ഥാപിച്ചു? സ്പെരിക്കൽ ഷേപ്പ് തന്നെയാണെന്ന് സ്ഥാപിച്ചു. ആ കാലഘട്ടത്തിൽ ഈ ആശയങ്ങളോട് വളരെയധികം എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് കോപ്പർനിക്കസ് എന്ത് ചെയ്യുന്നു? ഈ ആശയത്തെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തു. ആര്യഭട്ട, ദ ഇന്ത്യൻ ആസ്ട്രോണമർ, സ്ട്രോങ്ലി ബിലീവ്ഡ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ടു ബി സ്പെരിക്കൽ ആൻഡ് ദാറ്റ് ഇറ്റ് സ്പിൻ ഓൺ ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ്. ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭടൻ എന്താണ് പറഞ്ഞത്? ഭൂമിക്ക് സ്പെരിക്കൽ ഷേപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ സാങ്കല്പത്തിൽ, അദ്ദേഹത്തിന്റെ ഇമാജിനേഷനിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ആക്സിസിലൂടെ ഈ എർത്ത് ഇങ്ങനെ സ്പിൻ ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇയേഴ്സ് ലേറ്റർ മഗല്ലൻസ് വോയേജ് റൗണ്ട് ദ വേൾഡ് proved that the earth is spherical. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മഗല്ലൻ എന്ന് പറയുന്ന നാവികൻ എന്ത് ചെയ്തു? ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര നടത്തിയ ശേഷം അദ്ദേഹം എന്ത് തെളിയിച്ചു? ഭൂമി ഉരുണ്ടതാണെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. സർ ഐസക് ന്യൂട്ടൺ proved that the earth is not truly spherical in shape but slightly flattened at the poles and bulged in the middle. പിന്നീട് സാർ ഐസക് ന്യൂട്ടൺ എന്ത് പ്രൂവ് ചെയ്തു? എർത്ത് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പെരിക്കൽ ഷേപ്പ് ഒന്നും അല്ല. പോൾസിൽ, അതായത് നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും നമുക്ക് പഠിക്കാം. അപ്പോൾ പോൾസിൽ എങ്ങനെയാണ്? ഫ്ലാറ്റ് ആയിട്ടാണുള്ളത്, ചെറുതായിട്ട് ഫ്ലാറ്റ് ആയിട്ടാണുള്ളത്, കുറച്ച് പരന്നിട്ടാണ് ഉള്ളത്. പിന്നെയോ ബൾജ്ഡ് ഇൻ ദ മിഡിൽ ചെറുതായിട്ട് വീർത്തിട്ടുള്ള ഒരു സ്പെരിക്കൽ ഷേപ്പാണ് എർത്തിനുള്ളത് എന്ന് അദ്ദേഹം പിന്നീട് പ്രൂവ് ചെയ്തു. The spherical shape of the earth, which is slightly flattened at the poles and bulged at the equator, is known as geoid. The word geoid means earth shape. അപ്പോൾ എർത്തിന് സ്പെരിക്കൽ ഷേപ്പാണ്, അതിൻ്റെ പോൾസിൽ കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും, പിന്നെ ഇക്വേറ്ററിൽ കുറച്ച് ബൾജ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോയിഡ് എന്ന് പറയുന്നത്. ഈ ജിയോയിഡ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എർത്ത് ഷേപ്പ്, ഭൂമിയുടെ ആകൃതി എന്നാണ് അതിൻ്റെ അർത്ഥം. Nowadays, the shape of the earth is quite evident from the satellite images. അല്ലേ, ഇന്ന് നമുക്ക് സാറ്റലൈറ്റ് ഇമേജസ് വഴി ബഹിരാകാശ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഭൂമിയുടെ ആകൃതി നമുക്ക് ഏറെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. How big the earth is. How far is your school from home? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്? How long will it take to cover this distance on foot? അപ്പോൾ ഇത്രയും ദൂരം നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിൽ സ്കൂളിൽ എത്തിച്ചേരുവാൻ എത്ര സമയം വേണ്ടി വരും? Do you know how long it took Jean Beliveau, the Canadian explorer, to trek and sail round the world? അപ്പോൾ കാനഡക്കാരനായ ജീൻ ബലിവോ എന്ന് പറയുന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തിട്ടും ഭൂമിയെ വലം വയ്ക്കാൻ എത്ര വർഷം വേണ്ടി വന്നെന്ന് കൂട്ടുകാർക്കറിയാമോ? About 11 years. 11 വർഷം. Now, can't you imagine how big the earth is? അപ്പോൾ ഇതിൽ നിന്നും ഭൂമി എത്ര വലുതാണെന്ന് ഊഹിക്കാമല്ലോ അല്ലേ കൂട്ടുകാർക്ക്? The circumference of this sphere on which we live is about 40,000 kilometers. നാം വസിക്കുന്ന ഈ സ്പിയറിന് ഏകദേശം ചുറ്റളവ് എത്ര വരും? 40,000 അല്ലേ, 40,000 കിലോമീറ്റർ വരും. Where on earth am I? Have you ever thought about your position on the earth? അപ്പോൾ ഇത്രയും വലിയ ഭൂമിയിൽ നിങ്ങൾ എവിടെയാണെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ കൂട്ടുകാര്?
Your answer may be in Asia, in India, in Kerala and so on. അല്ലേ? അപ്പോൾ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? അല്ലേ, ഏഷ്യയിലാണ്, ഇന്ത്യയിലാണ്, അല്ലേ, കേരളത്താണ്, അങ്ങനെയുള്ള ഉത്തരങ്ങൾ ആയിരിക്കും കൂട്ടുകാർക്കുള്ളത് അല്ലേ? There are exact locations for each and every feature or place on the earth. ഭൂമിയിൽ ഓരോ വസ്തുവിനും ഓരോരോ പ്ലേസിനും എന്തുണ്ട്? കൃത്യമായ സ്ഥാനങ്ങളുണ്ട്. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് certain മെഷർമെൻറ്റ്സ്. അപ്പോൾ ആ സ്ഥാനമെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചില അളവുകളുടെ അടിസ്ഥാനത്തിലാണ്, മെഷർമെൻറ്റ്സ്. ഡു യു നോ ഹു ഫസ്റ്റ് അറ്റംപ്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദ സൈസ് ഓഫ് ദ എർത്ത്? അപ്പോൾ ഭൂമിയുടെ വലിപ്പം കണ്ടെത്തുവാൻ ആദ്യമായി ശ്രമിച്ചത് ആരാണെന്ന് കൂട്ടുകാർക്ക് അറിയോ? സോൺലി ബേസ്ഡ് ഓൺ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് ദ സൺസ് റേസ്, ഇറാസ്തോസ്തനിസ്, the Greek philosopher, calculated the circumference of the earth to be 250,000 stadia, the then commonly used unit for distance in Greece, which is surprisingly close to its real circumference. Remember that there was no modern means to measure the same during that period. അപ്പോൾ ആരാണ് ആ അറ്റംപ്റ്റ് നടത്തിയത്? ഗ്രീക്ക് തത്വചിന്തകനായ ഇറാത്തോസ്തനിസ് ആണ് അല്ലേ? അദ്ദേഹം എങ്ങനെയാണ് അത് കണ്ടെത്തിയത്? സൺറൈസ് അല്ലേ, സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്ന ആ കോണളവ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ആ ആംഗിളിൻ്റെ ബേസിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? എർത്തിൻ്റെ സർക്കംഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അദ്ദേഹം എന്താണെന്ന് കണ്ടെത്തി? 250,000 സ്റ്റേഡിയ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? എർത്തിൻ്റെ സർക്കംഫറൻസ് കണ്ടെത്തി. അപ്പോൾ ഭൂമിയുടെ യഥാർത്ഥ ചുറ്റളവിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന കണക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നെ ഒന്നും കൂടി ആലോചിക്കണം കൂട്ടുകാർ, എന്താണ് അദ്ദേഹം കണ്ടെത്തിയത്? ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം അല്ലേ? എന്നിട്ടും അത്രയും ക്ലോസ് ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? എർത്തിൻ്റെ സർക്കംഫറൻസ് കണ്ടെത്തിയെന്ന് നമ്മൾ ആലോചിക്കണം. Let us see how the location of a feature or a place is determined. അപ്പോൾ അതെങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. Try to note down the position of your seat in the classroom. Note down the position of each student with reference to the table in the class. അപ്പോൾ കൂട്ടുകാരുടെ സീറ്റിൻ്റെ പൊസിഷൻ നോട്ട് ചെയ്യണം. അത് നോട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ആ ക്ലാസ്സിലെ ടേബിള് റെഫറൻസിൽ എടുത്തുകൊണ്ട് ഓരോ കുട്ടിയുടെയും പൊസിഷൻ എഴുതുക. ഫോർ എക്സാമ്പിൾ, ഹൂ സിറ്റ്സ് തേർഡ് ഓൺ ദ സെക്കൻഡ് ബെഞ്ച് റൈറ്റ് ടു ദ ടേബിൾ. അപ്പോൾ ഉദാഹരണമായിട്ട് എന്താണ്? മേശയുടെ വലത്തുഭാഗത്ത് റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ ബെഞ്ചിൽ മൂന്നാമതിരിക്കുന്ന കുട്ടി ആരാണ് അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പൊസിഷൻ പറയാം. Let us play and learn. We can play an interesting game with a board with named grids and a button as shown in the figure. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ കളങ്ങൾക്ക് എന്ത് ചെയ്യാം? പേര് നൽകിയിട്ടുള്ള ഒരു ബോർഡും ഒരു ബട്ടനും ഉണ്ടെങ്കിൽ നമുക്കൊരു രസകരമായിട്ടുള്ള ഒരു കളി കളിക്കാം. 2 students can sit on either side of the board. 2 കൂട്ടുകാർക്ക് ബോർഡിന്റെ ഇരുവശത്തും ഇരിക്കാം. Let player A name a cell. For example, B3. If player B places the button on the exact cell, he or she gets 1 point. ബോർഡിൽ ഏതെങ്കിലും ഒരു കളത്തിന്റെ പേര് ഒരു കുട്ടി പറയട്ടെ. ഉദാഹരണത്തിന് ആ കുട്ടി പറയാണ് എന്താണ്? B3 എന്ന് പറയാണ്. അപ്പോൾ രണ്ടാമത്തെ കുട്ടി എന്ത് ചെയ്യണം? തൻ്റെ കൈവശത്തുള്ള ബട്ടൺ ആ കളത്തിൽ കൃത്യമായി വെക്കുകയാണെങ്കിൽ 1 പോയിന്റ് നേടാം. Now you can switch roles. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്ലേയേഴ്സ് മാറ്റി കളിക്കാം. പ്ലെയർ എ ക്യാൻ ആൾസോ സ്കോർ എ പോയിന്റ് ബൈ പ്ലേസിംഗ് ദ ബട്ടൺ കറക്റ്റ്ലി. അപ്പോൾ ഒന്നാമത്തെ കുട്ടിയും കൃത്യമായി കളം കണ്ടെത്തി ബട്ടൺ വെക്കുകയാണെങ്കിൽ 1 പോയിന്റ് ആ കുട്ടിക്ക് നേടാം. ഈച്ച് സ്റ്റുഡൻറ് ക്യാൻ ഹാവ് 10 attempts. Make sure that the grids are located in a stipulated time. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും 10 അവസരങ്ങൾ വീതം നൽകുക. കളം കണ്ടെത്തുന്നതിന് ടൈം അല്ലേ, സമയം പാലിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം? കളത്തിൽ വെച്ചിട്ടുണ്ടാവണം. How can we find out the position of a thing or region on this spherical and extensive earth? Is it by drawing lines?
അതുപോലെ സ്പിയർ ഷേപ്പിലുള്ളതും ഭയങ്കര വിശാലമായിട്ടുള്ള നമ്മുടെ ഈ ഭൂമിയിൽ നാം എങ്ങനെയാണ് ഒരു പ്ലേസിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനം കണ്ടെത്തും? നമുക്കിങ്ങനെ കളമൊക്കെ വരച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? സീ ദ ഫിഗർ ഓഫ് എ ബോൾ ഗിവൺ. അപ്പോൾ ഇവിടെ സ്പിരിക്കൽ ഷേപ്പിലുള്ള ഒരു ബോൾ കൊടുത്തിട്ടുണ്ട്. ഹൗ ക്യാൻ യു ഡിസ്ക്രൈബ് ദ ലൊക്കേഷൻ ഓഫ് ദ പിക്ചർ പേസ്റ്റ് ഓൺ ഇറ്റ്? അപ്പോൾ ആ സ്പെരിക്കൽ ഷേപ്പിൽ ഒട്ടിച്ചിട്ടുള്ള ഒരു ചിത്രത്തിൻ്റെ ലൊക്കേഷൻ കൂട്ടുകാരെങ്ങനെ പറയും? അറ്റ് ദ ടോപ്പ് എന്ന് പറയുമോ, അറ്റ് ദ ബോട്ടം അല്ലേ, മുകളിലോ അതോ താഴെയെന്നോ, ഇൻ ദ മിഡിൽ മധ്യഭാഗത്തെന്നോ, എലോങ് ദ എഡ്ജ് അല്ലേ അരികിലാണെന്നോ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? നൺ ഓഫ് ദ എബോവ് ആൻസേഴ്സ് ആർ കറക്റ്റ് ആസ് ദ ഷേപ്പ് ഓഫ് ദ ബോൾ ഈസ് സ്പെരിക്കൽ അല്ലേ. അപ്പം പന്തിന് എന്താണ് സ്പെരിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് ഈ ഒരു ഉത്തരങ്ങളൊന്നും കറക്റ്റ് അല്ല അല്ലേ. ഹൗ ക്യാൻ വി ഡിറ്റർമൈൻ ദ എക്സാക്ട് ലൊക്കേഷൻ? അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാൻ പറ്റും? ഷാൽ വി ട്രൈ ഡ്രോയിങ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ഓൺ ദ ബോൾ? അപ്പോൾ ബോളിന് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്ക് കുറേ ലൈന് വരച്ചു കൊടുത്താലോ? ലുക്ക് അറ്റ് ദ ഫിഗർ 5.3 and try to find out the position of the picture on the ball with the help of the lines drawn. പന്തിലെ ചിത്രത്തിന്റെ സ്ഥാനം ഇതിലെ വരകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാർക്ക്? Lines on the earth. The location of any region on the earth can be determined based on such lines. Let us see how. ഭൂമിയിലെ ഏതൊരു പ്ലേസിൻ്റെയും ഏതൊരു വസ്തുവിൻ്റെയും സ്ഥാനം നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം വരകളുടെ അടിസ്ഥാനത്തിൽ പറയാനായിട്ട് പറ്റും. These lines are drawn at exact angular measurements on the spherical surface. ഈ ഓരോരോ വരകളും എങ്ങനെയാണ്? കൃത്യമായിട്ടുള്ള ആംഗുലാർ മെഷർമെൻറ്റ്സ് കൂടിയാണ് വരച്ചിട്ടുള്ളത്. Observe figure 5.4. Can't you see the vertical and horizontal lines marked on the globe? അപ്പോൾ കൂട്ടുകാർ ആ ഗ്ലോബിൽ കണ്ടല്ലോ, അതിൽ ഒരുപാട് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒരുപാട് ലൈൻസ് ഉണ്ട് അല്ലേ. The vertical lines are called longitudes and horizontal lines are called latitudes. അപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള വരച്ചിട്ടുള്ള വരകളെ നമ്മൾ എന്ത് പറയും? ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയും. ഹൊറിസോണ്ടലായിട്ട് വരച്ചിട്ടുള്ള ലൈൻസിനെ നമ്മൾ latitudes എന്ന് പറയും. Such lines shown on the globes and maps are imaginary lines. അപ്പോൾ ആ ഗ്ലോബിലും അല്ലെങ്കിൽ മാപ്പിൽ അങ്ങനത്തെ ഉള്ള വരകളൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ ഇമാജിനറി ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡും എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാം. എങ്ങനെയാണ് ലോഞ്ചിറ്റ്യൂഡ്? എങ്ങനെയാണ്? പോൾ ടു പോൾ ആണ് അല്ലേ. നോർത്ത് പോളിന് സൗത്ത് പോൾ അല്ലേ. പോളിന് വേറൊരു പോളിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടാണ് ലൈൻ ഉള്ളത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ലോങ്കിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേറ്ററിന് പാരലൽ ആയിട്ടാണ് എന്തുള്ളത്? ലൈൻസ് ഉള്ളത് അല്ലേ. ലാറ്റിറ്റ്യൂഡ്സ്. Latitudes is the angular distance to any point on the surface of the earth from the center. By joining the same angular distance, we get the lines of latitudes. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ സെൻറ്ററിൽ നിന്നും ഭൂമിയുടെ സർഫസിലേക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഉള്ള ആ ആംഗുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ സെയിം ആയിട്ടുള്ള ആംഗുലർ ഡിസ്റ്റൻസ് ജോയിൻ ചെയ്തുകൊണ്ട് കിട്ടുന്നതാണ് എന്ത്? Lines of latitudes. Axis. Insert a straight pole through the center of a ball and let it spin. അപ്പോൾ ഒരു പന്തിൻ്റെ സെൻറ്ററിലൂടെ എന്ത് ചെയ്യാം? ഒരു തണ്ട് കടത്തിവിടുക. എന്നിട്ടൊന്ന് കറക്കി നോക്കൂ കൂട്ടുകാർ. This pole is the axis of the ball. ആ തണ്ട് എന്താണ്? ആ പന്തിൻ്റെ ആക്സിസ് ആണ് അല്ലേ. Imagine there is a straight pole passing through the center of the earth. അപ്പോൾ അതേപോലെ കൂട്ടുകാരെ ഇമാജിൻ ചെയ്യുക, ഭൂമിൻ്റെ സെൻറ്ററിലൂടെയും ഇതേപോലെ ഒരു തണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്ന് ഇമാജിൻ ചെയ്യാം. This imaginary line is the axis of the earth. ആ ഇമാജിനറി ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൂമിയുടെ ആക്സിസ് എന്ന് പറയുന്നത്. The earth rotates on this tilted axis. അപ്പോൾ ഈ ആക്സിസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. Let us draw the latitudes. Take a ball which is not hollow and cut it into 2 equal halves. With the help of a protractor, can't you label the angular distance as shown in the picture? അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഒരു പൊള്ള അല്ലേ, ഹോളോ അല്ലാത്ത ഒരു പന്ത് എടുക്കുക. ആ പന്ത് എന്ത് ചെയ്യാം? പകുതിയായിട്ട്
മുറിച്ചെടുക്കുക, ഈക്വലായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഒരു പ്രൊട്രാക്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ചിത്രത്തിൽ കാണുന്ന പോലെ 0 ഡിഗ്രി, 15 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 75 ഡിഗ്രി, 90 ഡിഗ്രി മാർക്ക് ചെയ്ത് കൂട്ടുകാരെ വരയ്ക്കുക. ആഫ്റ്റർ മാർക്കിംഗ് ദ ആംഗുലർ ഡിസ്റ്റൻസ് ഫ്രം 0 degree to 90 degree, join the same angular distance by sticking dots along the surface of the ball as shown. 0 degree മുതൽ 90 degree വരെ അല്ലേ, ആ ആംഗുലർ ഡിസ്റ്റൻസ് രേഖപ്പെടുത്തിയ ശേഷം അതിൽ എന്ത് ചെയ്യണം, ചിത്രത്തിൽ കാണുന്നത് പോലെ സെയിം ആംഗുലർ ഡിസ്റ്റൻസ് ഉള്ള ഡോട്ട്സ് ബോളിൻ്റെ സർഫസ് വഴി വരച്ച് ജോയിൻ ചെയ്യുക. നൗ lines can be drawn instead of dot to join the same angular distances. സെയിം ആയിട്ടുള്ള ആംഗുലർ ഡിസ്റ്റൻസ് ജോയിൻ ചെയ്യുന്നതിന് ഡോട്ട്സിന് പകരം എന്ത് ചെയ്യാം, ലൈൻസ് വരയ്ക്കാം. റിപ്പീറ്റ് ദ സെയിം പ്രൊസീജിയർ ഓൺ ദ അതർ ഹാഫ് ഓഫ് ദ ബോൾ ആസ് വെൽ. അപ്പോൾ ഇതേ തന്നെ ആ ബോളിൻ്റെ മറ്റേ ഹാഫിൽ എന്ത് ചെയ്യുക, അതേപോലെ ചെയ്യാം. By joining the two halves of the ball, you will get a sphere with circles marked on them. അപ്പോൾ ആ ബോളിൻ്റെ രണ്ട് ഹാഫ്സും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സർക്കിൾസ് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്പിയർ നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ ദാറ്റ് ദ ഇമാജിനറി ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആർ ഡ്രോൺ ഓൺ ദ ഗ്ലോബ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ് എന്താണ് ഈ ഗ്ലോബിലുള്ള ലാറ്റിറ്റ്യൂഡ്സ് ഇമാജിനറി ലൈൻസ് എല്ലാം വരയ്ക്കുന്നത്. ഒബ്സർവ് ദ ഗ്ലോബ് 5.8. അപ്പോൾ ഈ ഗ്ലോബ് എല്ലാവരും ഒന്ന് ഒബ്സർവ് ചെയ്യാം. You can see that the size of the circles decrease with their position away from the center. സെൻറ്ററിൽ നിന്ന് പോകുന്തോറും എന്താണ് ആ സർക്കിളിൻ്റെ സൈസ് കുറഞ്ഞു വരികയാണ് അല്ലേ. Having to notice that the number of dots along the latitudes at same angular distance decreased gradually. അപ്പോൾ ഒരേ ആംഗുലർ ഡിസ്റ്റൻസ് ഉള്ള ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് അല്ലെങ്കിൽ ഡോട്ട്സ് എന്താണ് കുറഞ്ഞു വരികയാണ് അല്ലേ. ദ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ അലോങ് ദ മിഡിൽ ഓഫ് ദ ഗ്ലോബ് ഈസ് ദ ലോങ്സ്റ്റ് വൺ. അപ്പോൾ ആ ഗ്ലോബിലത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ലൈൻ, ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ ഏതാണ്, മിഡിലത്തെയാണ് അല്ലേ. ദിസ് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് കോൾഡ് ദ ഇക്വേറ്റർ. ആ ലോങ്ങസ്റ്റ് ലാറ്റിറ്റ്യൂഡിനൽ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വേറ്റർ എന്ന് പറയുന്നത്. ദ ആംഗുലർ മെഷർമെന്റ് ഓഫ് ദ ഇക്വേറ്റർ ഈസ് 0 ഡിഗ്രി. അപ്പോൾ ഇക്വേറ്ററിന്റെ ആംഗുലർ മെഷർമെന്റ് എത്രയാണ്, 0 ഡിഗ്രി. ചെക്ക് വെദർ ദ ലാറ്റിറ്റ്യൂഡ്സ് അറ്റ് 90 ഡിഗ്രി നോർത്ത് ആൻഡ് 90 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ആർ സർക്കിൾസ്. അപ്പോൾ ഇക്വേറ്ററിന്റെ 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും ഉള്ള ലാറ്റിറ്റ്യൂഡ്സ് സർക്കിൾ ആണോ എന്ന് കൂട്ടുകാർ ചെക്ക് ചെയ്തേ. സർക്കിൾ ആണോ, അല്ല അല്ലേ, പോയിന്റ് ആണ് അല്ലേ. These points are known as the north and south poles respectively. ആ പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർത്ത് പോളും സൗത്ത് പോളും എന്ന് പറയുന്നത്. All the other lines of latitudes are circles drawn parallel to the equator. അതല്ലാതെ ബാക്കി എല്ലാ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സും എന്താണ്, സർക്കിൾസ് ആണ് അല്ലേ. അത് എങ്ങനത്തെ ഉള്ള സർക്കിൾസ് ആണ്, ആ ലോങ്ങസ്റ്റ് ലൈൻ ആയിട്ടുള്ള ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് വരച്ചിട്ടുള്ള സർക്കിൾസ് ആണ് ഉള്ളത്. Observe figure 5.8 and identify the important lines of latitudes. അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് കൂട്ടുകാർക്ക് അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. Find out the following. അപ്പോൾ എന്തെല്ലാം നമ്മൾ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്, ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഡിവൈഡിങ് ദ എർത്ത് ഇൻറ്റു 2 ഹെമിസ്ഫിയേഴ്സ്. അപ്പോൾ ഏത് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്, ഏത് ലൈനാണ് എർത്തിന് എന്താണ് 2 ഹെമിസ്ഫിയർ ആയിട്ട് അല്ലേ, നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഇക്വേറ്റർ അല്ലേ, ഇക്വേറ്റർ ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ഹെമിസ്ഫിയർ ടു ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ. അപ്പോൾ ഇക്വേറ്ററിന്റെ നോർത്തുള്ള ഹെമിസ്ഫിയർ ഏതാണ്, നോർത്തേൺ ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയർ ടു ദ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ, ഇക്വേറ്ററിന്റെ സൗത്തുള്ള ഹെമിസ്ഫിയർ ഏതാണ്, സദേൺ ഹെമിസ്ഫിയർ. ദ ബിഗ്ഗസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സർക്കിൾ ഏതാണ്, ഇക്വേറ്റർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, like and share. Thank you.